നിഷ്കാമമായിട്ടുള്ള പ്രേമത്തിനെ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ഭക്തി എന്ന് പറയാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഭക്തിയെ പറ്റിയാണ്, ഭക്തിയുടെ മഹത്വമാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 2-ാം ദശകം നോക്കുമ്പോൾ 10 ശ്ലോകങ്ങളല്ലേ ഉള്ളത്. അതിൽ 8, 9, 10 എടുത്താൽ ഈ ദശകത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ സാരാംശമായി. ഇനി അത് വേണ്ട, 8ാമത്തെ മാത്രം എടുത്താലും ഈ ഒരു ദശകത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ മഹാത്മ്യത്തിൻ്റെ സാരാംശമായി. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയുകയാണ് കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും ഇവ തമ്മിലുള്ള വ്യത്യാസവും ഇതിൽ ഭക്തിക്ക് എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അതും പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് കർമ്മയോഗത്തിനെ പറ്റിയാണ്. നമ്മളോട് ഭഗവത്ഗീതയിൽ ഭഗവാൻ കർമ്മയോഗം പറയുന്നുണ്ടല്ലേ. ഈ കർമ്മയോഗത്തിൽ ഭഗവാൻ നമ്മളോട് എങ്ങനെ കർമ്മം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിഷ്കാമ കർമ്മം ചെയ്യണമെന്ന്. നടക്കുന്ന പരിപാടികളാണോ? ഒരു ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഫലം ഇച്ഛിക്കരുത്, നടക്കില്ല അല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ബുദ്ധിമുട്ടാകാൻ കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ അനുഭൂതി തലത്തിൽ വന്നവർ പറഞ്ഞു തന്നിട്ടല്ലേ കാര്യമുള്ളൂ അല്ലേ? ഇപ്പം ഞാനിവിടെ കർമ്മയോഗം പറയുകയാണ്, ഞാൻ ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് പലതും ചെയ്യുന്നത് അല്ലേ? ഇപ്പം ഞാൻ ഇന്നിവിടെ പ്രഭാഷണത്തിന് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഗുരുവായൂരമ്പലത്തിൽ കയറി തൊഴണം. അപ്പം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ലേ? പല കർമ്മങ്ങൾക്ക് നമ്മൾ പലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആകെ ചെയ്യാൻ പറ്റുന്നത്? നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുക അല്ലേ? കുരുത്തക്കേടുകൾ ചെയ്യാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ഫലവും നല്ലതായിരിക്കും. പക്ഷേ ഈ കർമ്മം ഇനി നിഷ്കാമ കർമ്മം അല്ല. കുറേയൊക്കെ അടുത്തുള്ള കർമ്മമൊക്കെ നമ്മൾ ചെയ്തെങ്കിലും ഏത് കർമ്മം ചെയ്താലും അതിന് ഫലമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷെ ഫലം ഉണ്ടാവുമല്ലോ. എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഈ റിസൾട്ട് എപ്പോഴാണ് കിട്ടുക? ഒരാൾക്കും അറിയില്ല. ചിലപ്പം 10,000 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇന്ന് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടുക. ചിലപ്പോൾ എത്രയോ ജന്മങ്ങൾ എടുത്തു കഴിയുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുക. ഇനി ഇതിൻ്റെ റിസൾട്ട് അനുഭവിക്കണമെങ്കിൽ അത് പ്രാരബ്ധ സഞ്ചിത കർമ്മമോ പാപമോ പുണ്യമോ, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഫലമുണ്ട് അല്ലേ? എന്ത് ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിക്കണമെങ്കിൽ ശരീരം എടുക്കണ്ടേ? ശരീരം എടുത്താലേ ഫലം അനുഭവിക്കാൻ പറ്റും. ശരീരം എടുക്കണം. അപ്പോൾ ഏതൊക്കെയായിരിക്കും? പുഴുവായിട്ടും തേരട്ടയായിട്ടും പാറ്റയായിട്ടും വെട്ടുകിളിയായിട്ടും എല്ലാം നമ്മൾ അനുഭവിക്കും. അവസാനം ഈ മനുഷ്യ ശരീരത്തിൽ വരും. ഈ മനുഷ്യ ശരീരത്തിലും നമ്മളിത് അനുഭവിക്കണം. പക്ഷേ എത്ര കാലമെടുക്കും, എത്ര വർഷങ്ങളെടുക്കും, എത്ര യുഗങ്ങളെടുക്കും, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ എന്താണ്? പോക്കോ അത്ര എളുപ്പമൊന്നും അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചെരുപ്പിടാതെ കല്ലും കട്ടയുള്ള വഴിയിലൂടെ വളരെ കഷ്ടപ്പെട്ട് നടക്കുന്ന രീതിയാണ്. ഡെസ്റ്റിനേഷൻ എത്തിയ സുഖമാണ്, പക്ഷെ എത്തുന്നവരുള്ള വഴി എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. അപ്പം മേൽപ്പത്തൂർ പറയുകയാണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭഗവാനെ അതത്ര എളുപ്പമൊന്നും അല്ല. പിന്നെ ഈ കർമ്മയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? കർമ്മയോഗത്തിൽ നമ്മൾ ഒഴിക്കേണ്ടത് ഞാൻ കർത്താവാണ് എന്നുള്ള ഭാവമാണ് അല്ലേ? കർമ്മയോഗത്തിൽ എന്താണ്? ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള അഹങ്കാരം ഒഴിക്കണം. അതും അത്ര എളുപ്പമല്ല. അപ്പം മേൽപ്പത്തൂർ പറയാം അതങ്ങ് വെട്ടി, ചെക്ക് ലിസ്റ്റിൽ നിന്ന് അതങ്ങ് വെട്ടി. അപ്പം അടുത്തത് നോക്കി മേൽപ്പത്തൂർ ജ്ഞാനയോഗം. ഈ ജ്ഞാനയോഗമാണെങ്കിലോ ഉപനിഷത്തിലുള്ളതൊക്കെ പഠിക്കണം അല്ലേ? വേദമന്ത്രങ്ങളൊക്കെ പഠിക്കണം, സൂക്തങ്ങളൊക്കെ പഠിക്കണം. എന്നാൽ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അത് എളുപ്പമാകാത്തതിന് കാരണം എന്താണെന്നറിയോ? ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുഭൂതി തലത്തിലുള്ളവരെ കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ വേദത്തിലെ ഒരു മഹാവാക്യമാണ് തത്വമസി. ഈ തത്വമസി ജീവിതത്തിൽ ഉൾക്കൊണ്ട ആരെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ ചുറ്റും വളരെ പെട്ടെന്ന് അല്ലേ? അത് നീയാകുന്നു. ഏത് പുഴുവിലും പുല്ലിലും തേരട്ടയിലും മനുഷ്യനിലും എല്ലാം ഈശ്വരനെ കണ്ട് ഒരു ഭേദവും ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾ. ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ അനുഭവ സാക്ഷാത്കാരത്തിൽ വരാത്ത ആളുകളാണല്ലോ നമ്മളോട് വന്ന് പറയുന്നത്, ഞാൻ ഉൾപ്പെടെ. അപ്പം ഞാനിവിടെ ഇരുന്ന് നിങ്ങളോട് 1000 പ്രാവശ്യം തത്വമസി 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 എന്ന് പറഞ്ഞെന്ന് വെച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും തത്വമസിയുടെ ഫീലിംഗ് ഉണ്ടാവുമോ? എനിക്കും ഉണ്ടാവില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. ഒരു മാറ്റവും വരില്ല. എത്ര മാത്രം പറഞ്ഞാലും രക്ഷയില്ല. ഇതാണ് പ്രശ്നം. കാരണം എന്താണ്?
അനുഭവ തലത്തിൽ വന്നവർ ചുരുക്കമാണ്. കാരണം ഇത് ഈ യുഗധർമ്മമല്ല. യുഗധർമ്മം ഉണ്ടല്ലോ, ഓരോ യുഗത്തിൽ ഓരോ ധർമ്മം എന്ന് പറയുന്നത്. ഈ യുഗധർമ്മത്തിൽ ഈ ജ്ഞാനയോഗം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഉപാസനാകാന്ഡവും അല്ലെങ്കിൽ ഉപനിഷത്തുകളെല്ലാം പഠിക്കുക, വേദങ്ങൾ പഠിക്കുക, സൂക്തങ്ങൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി അതിൽ എന്താണ് ഒഴിക്കേണ്ടത്? ജ്ഞാനകാന്ഡത്തിൽ ഞാൻ ഒന്നും അറിയുന്നില്ല അല്ലേ, ഞാനല്ല ഇതൊന്നും എന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞു, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവം ജ്ഞാനകാന്ഡതല്ലേ, ഇതൊന്നും ഞാനല്ല, എൻ്റേതല്ല എന്നുള്ള ഒരു ഭാവത്തിൽ എത്തണം. അതും അത്ര എളുപ്പമല്ല. അപ്പോൾ പറയാണ് ഭക്തിയോഗമോ, ഭക്തിയോഗം ഇങ്ങനെയൊന്നുമല്ല. ജ്ഞാനയോഗം മുമ്പ് പറഞ്ഞല്ലോ, കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വളരെ കുണ്ടും കുഴിയുള്ള വഴിയിലൂടെ ചെരുപ്പിടാതെ നടക്കുന്ന പോലെയാണെങ്കിൽ ഷർട്ടിടാതെ ഒരു മരത്തിൽ നെഞ്ചൊക്കെ ഇടിച്ച് ഞെരുങ്ങി കയറുന്ന പോലെയാണെന്ന് പറയുന്നത്. ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ സുഖമാണ്, പക്ഷെ ഒരു മുരിക്കിൻ്റെ മരത്തിൽ നമ്മൾ കയറേണ്ടി വന്നാലുള്ള അവസ്ഥ. ഇതാണ് ജ്ഞാനയോഗം. അപ്പം മേൽപ്പത്തൂര് പറയണം ഭക്തിയോഗമോ, ഭക്തിയോഗം തുടങ്ങുമ്പോൾ തന്നെ സ്വാദാണ്. പാൽപ്പായസം കുടിക്കുന്ന പോലെയാണ്. പാൽപ്പായസം കുടിക്കാൻ അത് അടുത്ത് വരുമ്പോൾ തന്നെ അതിന് മണമുണ്ടല്ലേ. പക്ഷെ കരിക്കും ഉണ്ടെന്നാലോ, കരിക്കിൻ്റെ മണം നമുക്ക് അത്ര വലിയ ആകർഷണമൊന്നുമില്ല. അത് മുഴുവൻ വെട്ടി കണ്ടിച്ച് പൊട്ടിച്ച് വെള്ളം സ്ട്രോ വെച്ച് കുടിക്കുമ്പോഴേ അതിൻ്റെ സ്വാദ് വരും. പാൽപ്പായസമോ അടുക്കലേക്ക് വരുമ്പോഴേ അതിൻ്റെ ആ മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് സുഖമാണ്. പിന്നെയോ നുണയാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഇതിന് സുഖമാണ്, സ്വാദാണ് അല്ലേ. സ്വാദ് പതേ പതേ എന്ന് പറയില്ലേ, ഓരോന്നിലും ആ സ്വാദാണ്. ഇതാണ് ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത. പിന്നെയോ മെനക്കേട് കുറവാണ്. ഭക്തി ഉണ്ടാകണമെങ്കിലോ ഇതുപോലെ ഒരു സത്സംഗത്തിന് വന്നിരിക്കുക, ഒന്നും ചെയ്യണ്ട, ചെവി മാത്രം തുറന്നു വെച്ചാൽ മതി അല്ലേ. ശരീരം പോലും അനങ്ങണ്ടെന്ന് പറയുക. അത്രമാത്രം എഫർട്ട്ലെസ് ആയിട്ടുള്ള ഭക്തി ഉണ്ടാകാനുള്ള മാർഗങ്ങളാണ്. നമുക്കോ പ്രഭാഷണം കേൾക്കുമ്പോഴോ അല്ലെങ്കിലോ എന്തെങ്കിലും ആരെങ്കിലും ഭഗവാനെ കീർത്തിക്കുന്ന കേൾക്കുമ്പോഴോ ഭഗവാന്റെ രൂപം കാണുമ്പോഴോ ഒക്കെ വളരെ സന്തോഷം. ഇപ്പോൾ തുടക്കം തൊട്ട് തന്നെ സന്തോഷം. വളരെ റോസ് കാർപ്പറ്റാണ്, ഈസി പാത്താണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത് മറ്റ് രണ്ട് പാതകളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പറ്റുന്ന പാത ഏതാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പറ്റുന്ന പാത ഈ ഭക്തിയോഗം തന്നെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയോഗത്താണ് ഏറ്റവും നല്ലതെന്ന് ആശ്രയിക്കുക. പക്ഷേ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു 4 വാതിലുണ്ടെന്ന് വിചാരിക്കുക. 4 വാതിൽ കൂടെ കയറിയാൽ ഒരിടത്താണ് എത്തുക. പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ നോക്കിയിട്ടുണ്ടോ? ചില ക്ഷേത്രങ്ങളിൽ എല്ലാ വാതിലിലും ഒരുപോലെയല്ല കയറുന്നത്. ചിലയിടത്ത് വലിയ പടിയൊക്കെ ഉണ്ടായിരിക്കും, കവച്ച് കിടക്കണം. ചിലയിടത്ത് ഈസി ആയിട്ട് കയറാം അല്ലേ. ഇപ്പോൾ ഈസി ആയിട്ട് കയറാമെന്നുള്ളപ്പോൾ നമ്മളീ കഷ്ടപ്പെട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഭക്തിയോഗത്തിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാമെന്ന് പറയുകയാണ്. അങ്ങനെ എത്തിച്ചേരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കൂടെ വന്നുകൊള്ളും. അപ്പം അതാണ് ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കർമ്മയോഗവും അല്ലെങ്കിൽ ജ്ഞാനയോഗവും വെച്ച് നോക്കുമ്പോൾ ഭക്തിയോഗം വളരെ വിശേഷമാണ്. എന്നാൽ അപ്പോൾ ഈ ഭക്തിയോഗത്തിനെ പറ്റി നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ വിചാരിക്കും ഈ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുണ്ടാകുന്നതല്ലേ. ഭക്തിയോഗത്തിനെ പറ്റി എന്തിനാണ് മനസ്സിലാക്കുക? ഭക്തിയോഗത്തിനെ പറ്റി മനസ്സിലാക്കേണ്ടതിന് കാരണം ഭക്തിയാണെന്ന് പറഞ്ഞ് ധാരാളം ദുരാചാരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്, ഒരു ഭക്തനാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പതുക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കണം. ഈ ഭക്തനാകുമ്പോൾ നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കാറില്ലേ നമ്മളെ ഭക്തനായിട്ട് പരിഗണിക്കപ്പെടുന്നത്? ഭക്തനാണെന്ന് കേൾക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞാൽ മതിയോ? നമ്മളൊരു ഭക്തനാണ് എന്ന് ആര് പറയണം? ഭഗവാൻ പറയുമ്പോഴേ അതിന് വാല്യൂ ഉള്ളൂ അല്ലേ. ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നില്ലേ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, എൻ്റെ സഖാവാണ്, എൻ്റെ ഭക്തനാണ് എന്ന് പറയുമ്പോഴാണ് അതിന് വാല്യൂ. ആ ഒരു 0 എത്ര ഇട്ടാലും കാര്യമില്ല, അപ്പുറത്തൊരു 1 ഇട്ടാലേ അതിന് വിലയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഭഗവാൻ പറയണം ഭക്തനാണ്. അപ്പോൾ ഈ ഭക്തനാകാൻ ചില പടികളുണ്ട്, സ്റ്റേജുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഭക്തനാകാനുള്ള സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോവുക? അപ്പോൾ അതിൽ ആദ്യം തന്നെ ഭഗവാനെക്കുറിച്ച് കീർത്തിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമുക്ക് വളരെ സന്തോഷം വരും അല്ലേ. ഭഗവാന്റെ എന്ത് കേട്ടാൽ, ഒരു ഉദാഹരണം പറയാം. ഗുരുവായൂരപ്പൻ്റെ കോണകം നമുക്ക് കിട്ടിയെന്ന് വെക്കുക, പട്ടുകോണകം. നമ്മൾ എന്ത് ചെയ്യും?
പൂജാമുറിയിൽ വയ്ക്കും, പിന്നെ ഭാഗവത്തിൽ വയ്ക്കും. നമ്മുടേതാണെങ്കിലോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ? ഭഗവാന്റെ ആകുമ്പോൾ അല്ലേ എത്ര മാറിയത്. നമ്മുടെ പ്രിയപ്പെട്ടതാകുമ്പോൾ ഭഗവാന്റെ ശരീരത്തിനോട് സ്പർശിച്ചപ്പോൾ, നമ്മൾ പട്ടുപോകണമെന്ന് പറയുന്നത് പട്ടാണോ ശരിക്ക്? അത് മല്ലുതുണിയന്തല്ലേ അല്ലേ? പക്ഷേ അത് ഭഗവാന്റെ ശരീരത്തിനോടാകുമ്പോൾ എന്താണ്? അതിനെ നമ്മൾ പട്ടുകോണകെന്ന് വിശേഷിപ്പിക്കുന്നു, പൂജാമുറിയിൽ കൊണ്ട് വെക്കുന്നു, പിന്നെയോ ഭാഗവതത്തിൻ്റെ ഉള്ളിൽ വെക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഭഗവാനെ സ്പർശിച്ചത് കൊണ്ടാണ്. ഗുരുവായൂർ അമ്പലത്തിലെ പാൽപ്പായസം കിട്ടിയാലോ ആ പാൽപ്പായസം മുഴുവൻ കൊണ്ടുപോയി നേദിക്കുന്നുണ്ടോ? ഇല്ല. അതിന് ചെറിയ താന്ത്രികമായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്, തടപ്പള്ളി കുറുകെ കടക്കാതെയൊക്കെ. പക്ഷെ മുഴുവൻ കൊണ്ടുപോയി നേദിക്കുന്നില്ല. എങ്കിലും ഗുരുവായൂരപ്പൻ്റേതെന്ന് കേൾക്കുമ്പോൾ എന്താണ്? നമുക്കതിന് ഒരു മാറ്റം ഉണ്ടാവുന്നു അല്ലേ? അതാണ് ഭഗവാന്റേത് എന്ന് കേൾക്കുമ്പോൾ മാറ്റം. ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു ആസക്തിയാണ്. ആസക്തി ഒഴിവാക്കാനൊന്നും പറ്റില്ല. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് എന്താണെന്നറിയോ? നിനക്ക് എന്നോടുള്ള ആസക്തി നീ വർദ്ധിപ്പിക്കുക. ആസക്തി ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഉള്ളത് ഭേദം ഭഗവാനോട് ആക്കുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ഒരു പ്രേമിക്കുന്ന രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി. അപ്പം ഈ ആൺകുട്ടിക്ക് അത്യാവശ്യം സിഗരറ്റ് വലിയുണ്ട്. ഇത് കണ്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് നല്ല വിഷമായി. അപ്പം ഈ പെൺകുട്ടി പറയുകയാണ്, എന്നാലും നീ ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ആരോഗ്യത്തിന് കേടാണ്, എനിക്കാരാ ഉള്ളത് എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് വേറെ ആരാ ഉള്ളത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. അടുത്ത ദിവസം സിഗരറ്റ് എടുക്കും കയ്യിൽ. എടുക്കുമ്പോൾ എന്താണ്? ഇവളുടെ ഈ ദൈന്യത നിറഞ്ഞ മുഖവും ചോദ്യമൊക്കെ ഓർമ്മ വരും. സിഗരറ്റ് എടുത്ത് മാറ്റി വയ്ക്കും. അച്ഛൻ പറഞ്ഞതാണ്, മുത്തശ്ശൻ പറഞ്ഞതാണ്, അമ്മ പറഞ്ഞതാണ്, നാട്ടുകാർ മുഴുവൻ പറഞ്ഞതാണ്. പക്ഷെ കേട്ടില്ല. പക്ഷെ എന്താണ്? ഈ കുട്ടിയോടുള്ള തൻ്റെ ആ സ്നേഹം കാരണം അതൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും അതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. സന്തോഷപൂർവ്വം അതിനെ ത്യജിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ആ കുട്ടിയുടെ ഇഷ്ടമാണ് തൻ്റെ ഇഷ്ടം. ഇതാണ് ഭക്തൻ്റെ ആദ്യത്തെ നിലയാവേണ്ടത്. ഭഗവാന്റെ ഇഷ്ടമായിരിക്കണം എൻ്റെ ഇഷ്ടം. ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ നോക്കണം, ഇത് ഭഗവാൻ ഇഷ്ടമാകുമോ? നമുക്ക് വ്യക്തിത്വം ഇല്ല ഇവിടെ. ശരിക്കും സ്വന്തമായിട്ടുള്ള ഒരു ഇഷ്ടം ഇല്ല. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കർമ്മയോഗത്തിൽ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവം ഇല്ലാതെയാണ്. ഞാൻ യോഗത്തിൽ ഞാൻ അറിയുന്നു, ഞാനുണ്ട് എന്നുള്ള ഭാവം ഇല്ലാതെയാവണം. ഭക്തി യോഗത്തിൽ ഞാനേ ഇല്ല, പിന്നെ പ്രശ്നമില്ലല്ലോ. മറ്റേടത്തൊക്കെ ഞാൻ അറിയുന്നു അല്ലെങ്കിൽ ഞാനുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. ഞാനേ ഇല്ല ഭക്തിയിൽ. ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ദാസനാണ്, നമുക്കൊരു വ്യക്തിത്വം ഇല്ല അവിടെ. ഭഗവാനാണ് നമ്മുടെ മുന്നിലും പുറകിലും ഉള്ളിലും എല്ലാം. അപ്പം പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഭഗവാന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ഒരിക്കൽ ഇസ്കോണിൻ്റെ ആചാര്യൻ ശ്രീല പ്രഭുപാദര് ഒരു പോലീസുകാരന് മന്ത്രോപദേശം കൊടുത്തു. മന്ത്രോപദേശം കൊടുത്തതിന് ശേഷം കുറച്ച് വെണ്ണ കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞു, അയ്യോ എനിക്ക് വെണ്ണ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ശ്രീല പ്രഭുപാദര് പറഞ്ഞു, ഇനി അങ്ങേക്ക് അങ്ങയുടേതായിട്ടുള്ള ഒരു ഇഷ്ടവും ഇല്ല. ഭഗവാന്റെ ഇഷ്ടം എന്താണോ അതാണ് അങ്ങയുടെ ഇഷ്ടം. ഭഗവാന് വെണ്ണ ഇഷ്ടമാണോ? അതെ. ഭഗവാന് വെണ്ണ ഇഷ്ടമാണെങ്കിൽ അങ്ങയ്ക്കും അത് ഇഷ്ടമായിരിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരമണ മഹർഷി ആ അരുണാചലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ തിരുവണ്ണാമല ക്ഷേത്രത്തിനുള്ളിലേക്ക് ഗർഭഗൃഹത്തിലേക്ക് ഓടിപ്പോയി ആ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉന്നിഷ്ടം എന്നിഷ്ടം. ഇനി എന്താണ്? നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തൻ്റെ രീതി ഇതായിരിക്കണം എന്ന് പറയുകയാണ്. ഭഗവാന്റെ ഇഷ്ടം, ഭഗവാൻ എന്തൊക്കെയാണോ, ഭഗവാന്റെ പാൽപ്പായസം, ഭഗവാന്റെ കളഭം അല്ലേ, ഭഗവാന്റെ കോണകം, ഭഗവാന്റേതെല്ലാം തനിക്കും പ്രിയപ്പെട്ടതാണ്. ഒരു മയിൽപ്പീലി കാണുമ്പോൾ നമുക്ക് എന്താ ശരിക്കും ഓർമ്മ വരും? ഉണ്ണിക്കണ്ണനെ അല്ലാതെ മയിൽപ്പീലി കാണുമ്പോൾ എപ്പോഴെങ്കിലും പിന്നെ മയിലിനെയൊക്കെ ഓർമ്മ വരും അല്ലേ? പക്ഷെ എങ്കിലും മയിൽപ്പീലി കാണുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരിക? ഉണ്ണിക്കണ്ണനെയാണ് ഓർമ്മ വരിക. ഇത് ഭക്തന് വേണ്ട ഒരു ഭാവമാണ് എന്ന് പറയുകയാണ്. ഇനി അടുത്തതോ, കാരുണ്യം, ഭഗവാനോടുള്ള സ്വാതന്ത്ര്യം, താനും ഭഗവാനും വ്യത്യസ്തമല്ല എന്നുള്ള ഒരു ഭാവം, അത് വളരെ പ്രത്യേകതയാണ്.
എല്ലാത്തിനും ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. കാരണം ആചാര്യന്മാർ ഈ മഹാത്മാക്കളുടെ മുഴുവൻ മനസ്സിലാക്കാനൊന്നും നമുക്ക് പറ്റില്ല. ബാഹ്യമായിട്ടുള്ള പ്രകൃതമല്ലേ നമുക്ക് മനസ്സിലാവും. അത് തന്നെ നമുക്ക് അത്ഭുതമാണ്. അവർ വിഭൂതികളായിട്ട് വന്ന് നമുക്കിതെല്ലാം പറഞ്ഞു തരികയാണ്, ഈശ്വര വിഭൂതികളായിട്ട് വന്നിട്ട്. അപ്പോൾ ഒരിക്കൽ ഈ ക്ഷേത്രത്തിലെ തന്നെ നടന്ന ഒരു ഉദാഹരണമാണ്, കുഞ്ഞിക്കാവ് തിരുമേനിയുടെ ഒരു ഉദാഹരണമാണ്. കുഞ്ഞിക്കാവ് തിരുമേനി ഒരു ദിവസം എന്ത് ചെയ്തു, ഇവിടെ സപ്താഹം നടക്കുന്ന സമയമാണ്. അപ്പോൾ സപ്താഹം നടക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെയാണ് ആചാര്യനൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഇടയ്ക്ക് വിശക്കുകയോ വല്ലതും ചെയ്ത് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അന്നൊക്കെ ഈ ചെമ്പ് പാത്രത്തിലാണ് ഗുരുവായൂരിൽ ഈ ദക്ഷിണയൊക്കെ ഇടാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ ചെമ്പ് പാത്രം വെച്ചിരിക്കും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് എന്തെങ്കിലും കുടിക്കണമെന്നോ കഴിക്കണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ വേഗം ചെന്ന് ആ ചെമ്പ് പാത്രത്തിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകും. ഇത് കണ്ടപ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ട്. എന്നാൽ ഇങ്ങനെയാ പറയാനും ഒരു ബുദ്ധിമുട്ട് തിരുമേനിയോട്. അപ്പോൾ അവരെന്ത് ചെയ്തു, അന്ന് നാട് ഭരിച്ചിരുന്ന നാടുവാഴിയോട് സമുദ്രിയോട് പോയി പറഞ്ഞു. സമുദ്രി പറഞ്ഞു, ഇപ്പം ഒന്നും പറയണ്ട, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയാമോ, ഈ സപ്താഹമൊക്കെ നടക്കുമ്പോൾ അവിടെ ചെമ്പെല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും ഈ അദ്ദേഹത്തിനെ നമസ്കരിക്കാനായിട്ട് കുറേ പേര് വരുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ തോർത്തോ എന്തെങ്കിലും കാണും, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഈ വരുന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിലോ അദ്ദേഹത്തിൻ്റെ സൈഡിലോ അദ്ദേഹത്തിന് ദക്ഷിണം വെച്ചിട്ട് പോകും. അദ്ദേഹം എന്ത് ചെയ്യും, ഇതെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ തോർത്തുമുണ്ടിൽ ഇതെല്ലാം കൊണ്ട് കെട്ടിയിട്ടിട്ട് അവിടെ കൊണ്ടിടും, ഈ ചെമ്പുപാത്രത്തിൽ കൊണ്ടിടും. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, എൻ്റെ ഭഗവാന്റെ തമ്മിൽ വ്യത്യാസമൊന്നുമില്ലേ. അപ്പോൾ എനിക്ക് വേണ്ടപ്പോഴോ നമ്മൾ എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നല്ലേ എടുക്കാൻ പറ്റൂ, അല്ലേ? എവിടെയാണോ കൊണ്ടിട്ടത് അവിടെ നിന്നല്ലേ എടുക്കാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്തു, മുഴുവൻ അവിടെ കൊണ്ടിട്ടു. എന്നിട്ട് എപ്പോഴെങ്കിലും വേണ്ടപ്പം ഭഗവാന്റെ എന്നെ തമ്മിൽ എന്താ വ്യത്യാസം, അവിടെ പോയി എടുത്തുകൊണ്ട് പോകും. ഈ ഒരു ഭാവം എന്ന് പറയുന്നത് എത്ര മാത്രമുണ്ട്. ഇതും ഭക്തന്റെ ഭാവമാണെന്ന് പറയുകയാണ്. അതുപോലെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ചില ദിവസം വലിയ വാർപ്പിൽ ഈ പാൽപ്പായസം വഴിപാട് നേരും ഗുരുവായൂരമ്പലത്തിൽ. എന്നിട്ട് ഇവിടെയുള്ള എല്ലാ കടകളിലും പോയി അന്നത്തെ കാലത്ത് 10 പൈസ എല്ലാ കടകളിലും പോയി ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കും, എന്തിനാ തിരുമനസ്സേ 10 പൈസ? പറഞ്ഞു, ഞാൻ പാൽപ്പായസം വഴിപാട് കഴിക്കുന്നുണ്ട്. അല്ല തിരുമനസ്സ, അതിൻ്റെ പൈസ മുഴുവൻ ഞാൻ തരാം. അത് പറ്റില്ല, 10 പൈസ മാത്രമേ തരാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, അതാകുന്നത് വരെ എല്ലാ കടകളിലും കയറിയിറങ്ങും. എന്നിട്ട് അദ്ദേഹം പറയും, ഇങ്ങനെ മുഴുവൻ തരാമെന്ന് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ മാത്രം മുഴുവൻ പുണ്യം കൊണ്ടുപോകണ്ട, എല്ലാവർക്കും കിട്ടണം. അപ്പോൾ എന്താണ്, ഒരു ഭക്തൻ്റെ ഭാവം ഇതാണ്. എന്താണ്, താൻ മാത്രം സന്തോഷിച്ചിരുന്നാൽ പോരാ, എന്ത് ചെയ്യണം, എല്ലാവരും സന്തോഷിച്ചിരുന്നാലാണ് തൻ്റെ സന്തോഷം. ഈ ഒരു ഭാവം ഭക്തൻ്റെ. അതിൽ നിന്നാണ് ഏത് വാക്യം വന്നിരിക്കുന്നത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും സന്തോഷിക്കുമ്പോഴാണ് ഒരു ഭക്തന് യഥാർത്ഥ സന്തോഷം ഉണ്ടാവുക. എത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരിലും ഭഗവാനെ കാണുന്നു, എല്ലാവരിലും ഈശ്വരനെ കാണുന്ന ഭാവം, ഇത് നമ്മൾ വളർത്തിയെടുക്കണം എന്ന് പറയാം. കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് ഏകാദശി ആകുമ്പോൾ ഗുരുവായൂരിൽ വരും. അന്ന് ഏകാദശിക്ക് 4 ഗോപുരവും തുറന്നിടും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ഈ ഗോപുരത്തിൻ്റെ ഇവിടെ വരുന്ന പ്രാവ്, കാക്ക, പട്ടി, എന്ത് സാധനം വന്നാലും അതിനെല്ലാം സാഷ്ടാംഗം നമസ്കരിക്കും. അതിനെല്ലാം ചതുർഭുജധാരിയായിട്ടുള്ള മഹാവിഷ്ണു സങ്കല്പത്തിൽ അദ്ദേഹം നമസ്കരിക്കും. കാരണം അദ്ദേഹം എന്താ ചിന്തിക്കുന്നത്, ഈ ഏകാദശി ദിവസം ഇവിടെ വരുന്നവരെല്ലാം ഭഗവാനാണ് എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ ആ ഭാവത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എത്രമാത്രം അധ്വാനിക്കണം എന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. എന്താണ്, തുടക്കം തൊട്ട് സുഖമല്ലേ, അല്ലേ? ഭഗവത് കഥകൾ വർണ്ണിക്കുമ്പോഴും. പക്ഷേ എല്ലാവർക്കും വർണ്ണിക്കാൻ പറ്റുമോ? അപ്പം മേൽപ്പത്തൂരിന് ഒരു വിഷമം ഉണ്ടായിരുന്നു. മേൽപ്പത്തൂർ ഗുരുവായൂരത്ത് വരുമ്പോൾ പൂങ്കാനം നല്ല ഗംഭീരമായിട്ടിരുന്ന ഭഗവത് കഥകൾ വർണ്ണിക്കുകയാണ്. അപ്പോൾ ആലോചിച്ചു, ഭഗവാനെ, എനിക്കിങ്ങനെ ഭഗവത് കഥകളൊന്നും പറയാനുള്ള കഴിവില്ലല്ലോ, അല്ലേ? എന്നോട് പലരും വന്ന് പറയും, അയ്യോ എങ്ങനെ ഇങ്ങനെ പറയുന്നത്, പറയാൻ നല്ല കഴിവാണ്. അപ്പം ഞാൻ വിചാരിക്കും, എനിക്ക് എഴുതാൻ അത്ര കഴിവൊന്നുമില്ല. അപ്പോൾ എഴുതുന്നവരെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എഴുതാറുണ്ട് എങ്കിൽ പോലും ചിലരുടെ ആ ഒരു ഭാഷയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എന്താ വൊക്കാബുലറി, എന്ത് നന്നായിട്ട് അവർ എഴുതുന്നത്. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് ഇന്നലെ തന്നെ അടുത്ത ദിവസം ഒരു പ്രഭാഷണമുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഈ പ്രഭാഷണത്തിന് എന്താണ് ഒരു പേരിടേണ്ടത്? ഞാനാണ് ഈ പ്രഭാഷണത്തിൻ്റെ ടൈറ്റിൽ കൊടുക്കാൻ വളരെ പുറകിലോട്ടാണ്.
ഞാൻ പറയും നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോ, ഞാൻ ആ വിഷയം സംസാരിച്ചാൽ മതിയല്ലോ. ഒട്ടനെ അദ്ദേഹം നവരാത്രിയായിട്ട് ബന്ധപ്പെടുത്തിയ ഒട്ടനെ അദ്ദേഹം ഒരു 4 അക്ഷരം മുതൽ ഹരിശ്രീ ഗണപതയെ ഹരിശ്രീ മുതൽ ഹരിശ്രീ കുറിക്കുമ്പോൾ എന്ന് പറഞ്ഞ കടകടകടയെന്ന് 4-5 എണ്ണം. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എഴുതുക. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ എല്ലാവരും വിഷയം ചോദിക്കും. അപ്പം ഇനി മുതൽ ഞാൻ വിഷയം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിഷയം പറയാമെങ്കിൽ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്തോളൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു എഴുത്തുകാരനാണ്, അതുകൊണ്ടാണ് എനിക്കിത് വരുന്നത്. അപ്പോൾ എല്ലാ കഴിവും നമുക്ക് എല്ലാം കിട്ടില്ല. അപ്പോൾ പൂന്താനം നല്ല രീതിയിൽ കഥ പറയുന്നത് കണ്ടപ്പോൾ മേൽപ്പത്തൂരിന് വിഷമായി. തനിക്ക് ഇങ്ങനെ കഥ പറയാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ തനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? തനിക്ക് ഭഗവാന്റെ കഥകൾ രചിക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? മേൽപ്പത്തൂർ ആ ഭഗവത് കഥകൾ എഴുതി. പക്ഷേ ആ ഭഗവത് കഥകൾ എഴുതുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സുഖമോ അല്ലേ, എത്ര മാത്രം ആനന്ദത്തിൽ ലയിച്ചിട്ടാണ് ആ മേൽപ്പത്തൂര് ആ കഥ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഭക്തന്റെ ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെല്ലാം ഇതുപോലെ ആയി തീരാൻ ശ്രമിക്കണം, പരിശ്രമിക്കണം. ഈ ഭക്തന്മാരെ കണ്ടിട്ട് ആ ഒരു പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കണം. ഇതാണ് ആ ഒരു 8, 9, 10 ശതകത്തിൽ പറയുന്നത്. ഇനി പ്രധാനമായിട്ട് പറയുന്നത് അരമണിക്കൂറും കൂടി ഉണ്ട്. ഈ ഭാഗം വേണമെങ്കിൽ കുറച്ചുകൂടി നീട്ടി പറയാം, പക്ഷേ പ്രധാനമായിട്ട് വേറൊരു ഭാഗം പറയാനുണ്ട്. അപ്പം അത് പറഞ്ഞു വന്നിട്ട് സമയമുണ്ടെങ്കിൽ തിരിച്ച് ഭക്തിയോഗത്തിൽ നമുക്ക് എത്ര പേരുടെ ആ കഥ പറയാനുള്ള അല്ലേ, എത്ര പേരുടെ മഹാത്മ്യം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ഈ ഭക്തിയോഗം എന്ന് പറയുന്ന ഒരു വിഷയം ആധ്യാത്മികമായിട്ട് ഇവിടെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ ചരിത്രപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള ഇതിൻ്റെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഈ ഭക്തി എന്ന് പറയുന്നത് എപ്പോഴാണ്? കേരളത്തിൽ വളരെ ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൻ്റെ വളർച്ച എങ്ങനെയാണ്? ഇത് വരാനുണ്ടായ കാരണം, ഈ ആചാര്യന്മാർ വഹിച്ച പങ്ക് എന്താണ്? നമ്മൾ മേൽപ്പത്തൂർ നാരായണീയെ രചിച്ചു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇത് സമൂഹത്തിൽ എന്ത് മാറ്റം വരുത്തി, ചരിത്രപരമായിട്ട് സാമൂഹികപരമായിട്ടും, അത് നമ്മൾ പഠിക്കണം. പ്രസ്ഥാനം എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ദർശനം, അതിനെ ജനകീയമാക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭക്തി പ്രസ്ഥാനം കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുക? ഭക്തിയെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. ഒരു കാലത്ത് എല്ലാ ജനങ്ങൾക്കും പറ്റിയതാണ് ഭക്തി എന്നുള്ള ഒരു കാലാവസ്ഥ ഇവിടെ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലാണ്. അതിന് കാരണമുണ്ട്. ഒരു 11-ാം നൂറ്റാണ്ട്, 13, 14 നൂറ്റാണ്ടുകളിലാണ് ആ ഭക്തവീര അങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലഘട്ടം. ഇതൊക്കെ ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ വളരെയധികം വ്യാപിച്ചു. പക്ഷേ നമ്മുടെ ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിലോ ഈ സമയത്ത് അവസ്ഥ വളരെ വ്യത്യാസമായിരുന്നു. നമ്മുടെ ഇവിടെ ഭക്തിപ്രസ്ഥാനം ശരിയായ രീതിയിൽ വരാൻ തുടങ്ങിയത് 15-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി 16-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ട്. ഈ സമയത്താണ് മേൽപ്പത്തൂര്, പൂന്താനം, എഴുത്തച്ഛൻ ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാവരും ഒരേ കാര്യങ്ങളും ധർമ്മമാണ് ചെയ്തത്. പക്ഷെ ഈ സമയത്തെ നമ്മളുടെ സാമൂഹികമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് പോർച്ചുഗീസ് അധിനിവേശം ഉണ്ടാകുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തു? മറ്റു മതങ്ങൾ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം തല്ലി തകർക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അല്ലേ? മേൽക്കോയ്മ, കീഴ്ക്കോയ്മ അല്ലേ? വളരെ ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ഇന്നും കാണിക്കുന്ന പോലെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇന്നും അതല്ലേ പലപ്പോഴും നോക്കുക. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? തമ്മിൽ തെറ്റിക്കാൻ നോക്കും. പുറത്തുനിന്ന് വരുന്നവർക്ക്
നമ്മളെ കീഴ്പ്പെടുത്താൻ ഏറ്റവും പറ്റുന്നത് എങ്ങനെയാണ്? ഉള്ളിലുള്ളവരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കുറേ അന്തഛിദ്രം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള ഗ്യാപ്പ് കൂട്ടാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരിലേക്കും ഇപ്പോൾ ഭക്തി, ചിലർ അമ്പലത്തിൽ പോകാൻ പാടില്ല, താഴ്ന്ന ജാതിക്കാർ അമ്പലത്തിൽ പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതിനെ മാറ്റിമറിച്ച് എല്ലാവരിലേക്കും ഭക്തി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗമായിട്ടാണ് മൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും എന്നൊക്കെ എഴുതിയത്. മൃദുവായ പെണ്ണിന് പോലും ആ നാമം ജപിക്കാം, നാമജപത്തിന് എല്ലാവർക്കും അർഹതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തിനെ വളർത്തിക്കൊണ്ടുവന്നതിൽ ഇവർ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സംസ്കൃതത്തിലല്ലേ രചിച്ചിരിക്കുന്നത്, അപ്പോൾ എത്രമാത്രം ഇത് ജനകീയമാകുന്നു. പക്ഷെ ഇത് ഏത് കാലഘട്ടത്തിലാണ് നടന്നതെന്ന് നമ്മൾ ആലോചിക്കണം. വിദേശ ഭരണം വരുന്നതുവരെ ഇവിടെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമായിരുന്നു. ഇന്നത്തെ MA ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാകാത്ത സംസ്കൃതം പോലും അന്നത്തെ ചെറിയ ക്ലാസ്സിലുള്ളവർക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പോൾ അന്നത്തെ ജനകീയമായിട്ടുള്ള ഒരു ഭാഷയായിരുന്നു സംസ്കൃതം, അല്ലേ? ഇന്ന് പലരും പറയും ഈ രാമായണവും അല്ലെങ്കിൽ ഈ ഭാഗവതമൊക്കെ എന്തിനാ സംസ്കൃതത്തിൽ എഴുതി, അതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാകാതെ. നമുക്ക് വാൽമീകിയൊക്കെ നമ്മുടെ ഭാഷയിൽ എഴുതാൻ പാടില്ലായിരുന്നു. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? അന്ന് ഏറ്റവും കൂടുതൽ ജനകീയമായിരുന്ന ഭാഷ ഏതായിരുന്നു? സംസ്കൃതമാണ്. അതുകൊണ്ടാണ് അവർ സംസ്കൃതത്തിൽ എഴുതിയത്. അതിനെ ഉപേക്ഷിച്ചതും മറന്നു കളഞ്ഞതും ആരുടെ കുറ്റം? നമ്മുടെ തെറ്റ്, അല്ലേ? അപ്പോൾ അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഭക്തി പ്രസ്ഥാനത്തിനെ വളർത്തിക്കൊണ്ടുവരാനും ജനകീയമാക്കാനും വളരെ വലിയ, അതിനു മുമ്പ് തന്നെ കണ്ണശന്മാരുടെ കൃതികളിലൂടെയൊക്കെ ഭക്തി പ്രസ്ഥാനം ചെറുതായിട്ട് ഇങ്ങോട്ട് പടരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഭക്തി എന്ന് പറയുന്നത് സ്തോത്ര കൃതികളിലൂടെ വില്വമംഗലത്ത് സ്വാമിയാരും ഒക്കെ ഇതിനകത്ത് ഭാഗമാണ്. ഇവരെല്ലാവരും സാമൂഹികപരമായിട്ടുള്ള വളരെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചവരാണ്. അപ്പം നമ്മൾ ഒരു ഭക്തനായിട്ട് കുറേ നമുക്ക് കണ്ണീരൊഴിക്കാനും ഭഗവാനെ ഉള്ളിൽ കാണാനും മാത്രമായിട്ട് പ്രവർത്തിച്ചവരാണ് ഇവരെ എന്ന് മാത്രം നമ്മൾ ഒതുക്കി ചിന്തിക്കരുത്. കാരണം ഇവരുടെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിൽ വളരെ വലിയൊരു പരിവർത്തനം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇവരെ കാണണം. ഇത് തന്നെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് ഓരോ ആചാര്യന്മാർ അതാത് കാലഘട്ടത്തിൽ വന്ന് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അവരവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഭക്തന്മാരുടെ ഒരു പ്രത്യേകത, ഇവരാരും കുടുംബത്തിനെ മുഴുവൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടല്ല ഭക്തിയിലേക്ക് വന്നത്, അല്ലേ? ഇനി വീട്ടുകാർ ഭഗവാനെ വളരെയധികം എതിർക്കുന്നവരാണെങ്കിൽ ചിലർ വിട്ടു വന്നിട്ടുണ്ടായിരിക്കും, അല്ലേ? അവതാരങ്ങളാണെങ്കിലും ഭഗവാൻ ശ്രീ സത്യസായി ബാബയാണെങ്കിലും അമൃതാനന്ദമയമ്മയാണെങ്കിലും ഒക്കെ അവരുടെ കുടുംബത്തിനെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണോ? കുടുംബത്തിനെ ചേർത്ത് നിർത്തിയിട്ടാണ്. ശങ്കരാചാര്യർ പോലും എന്താണ്, സന്യാസം എടുത്തിട്ട് പോലും അമ്മയെ ദഹിപ്പിക്കുന്നതിനായിട്ട് എത്തി, അല്ലേ? അപ്പോൾ ഭക്തിയിൽ എന്താണ്, കുടുംബത്തിനെ നമ്മൾ ചേർത്ത് നിർത്തുക വളരെ വലിയൊരു കാര്യമാണ് ഇവിടെ പറയുക. ഇനി ഭഗവാനോട് വളരെയധികം നമ്മൾ എതിർത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളതെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുക്കൽ ഇതുപോലെയുള്ള ഒരാളെത്തി. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ മദ്യപാനിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു ദിവസം ഈ ഭാര്യയും കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് കാണാനൊന്നും താല്പര്യമില്ല. ഇത് കണ്ടപ്പോൾ ശാരദാദേവിക്ക് വിഷമമായി. അപ്പോൾ ശാരദാദേവി എന്ത് ചെയ്തു, ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് ശാരദാദേവി പറഞ്ഞു, മക്കളിത് നിരന്തരമായിട്ട് ജപിക്കുക എന്ന് പറഞ്ഞു. 12 വർഷം ജപിച്ചു ഈ സ്ത്രീയെ, 12 വർഷം. അപ്പം നമ്മൾ പിന്നെയും വിചാരിക്കും ഭക്തിക്ക് അപ്പം ഇത്രയും കാലഘട്ടം എടുക്കുമോ? ഭക്തിക്ക് കാലഘട്ടം എടുക്കും, പക്ഷെ തുടക്കമേ സുഖമാണേ, അല്ലേ? നാമം ജപിക്കാൻ തുടങ്ങുമ്പോഴേ സുഖമുണ്ട്. 12 വർഷം നാമം ജപിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് പതുക്കെ പരിവർത്തനമൊക്കെ വരുന്ന പോലെ തോന്നിയത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും വരികയാണ്. അപ്പോൾ വരുമ്പോൾ എന്താണ്, ശ്രീരാമകൃഷ്ണ പരമഹംസര സമാധി അവസ്ഥയിൽ ശരിക്കും പറഞ്ഞ പരമഹംസ അവസ്ഥയിൽ ആനന്ദ തുന്തുലിതനായിട്ട് നൃത്തം ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന് എന്താണ് തോന്നിയത്?
ഇദ്ദേഹത്തിന് തോന്നുന്നത് നല്ല വീര്യം കൂടി ഏതോ ഒരു സാധനമാണ് അടിച്ചിരിക്കുന്നത്, അല്ലേ? കാളീപദ ഘോഷം എന്നോ അങ്ങനെ എന്തോ ആണ് ഇദ്ദേഹത്തിൻ്റെ പേര്, കൃത്യമായിട്ട് ഓർക്കണില്ല. കാളീപദ ഘോഷ് അങ്ങനെ എന്താണ്. നാടനാണോ വിദേശിയാണോ അത് മാത്രമേ സംശയമുള്ളൂ. പക്ഷെ എന്തോ മുറ്റ സാധനമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അടുത്തെത്താൻ സമയം കിട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, നേരെ പോയി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചെവിയിൽ പോയിട്ട് ചോദിച്ചു, നാടനാണോ വിദേശിയാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പറഞ്ഞു, നാടനാ. നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഒരു തുള്ളിയെങ്കിലും കിട്ടിയാൽ മതി. എൻ്റെ ഭഗവാൻ, ഇത് എന്തൊരു കിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുള്ളിയെങ്കിലും എനിക്ക് കിട്ടുവാണെങ്കിൽ. പക്ഷെ പറഞ്ഞു, നിനക്ക് താങ്ങാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, അല്ലേ? പക്ഷേ നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഒന്ന് സ്പർശിച്ചു. അതോടുകൂടി ആ ദിവ്യമായിട്ടുള്ള അനുഭൂതി അദ്ദേഹത്തിന് അനുഭവിക്കപ്പെട്ടു എന്നാണ് പറയുക. ആ സ്പർശത്തിലൂടെ ആര് ചെയ്ത സാധന? നാമജപം 12 വർഷം, അല്ലേ? തൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ നാമം ജപിക്കുന്നതിനോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോ എതിരായിട്ട് പോലും ഇവിടെ രക്ഷപ്പെട്ടു, അല്ലേ? ഞാനെപ്പോഴും പറയും, എൻ്റെ കോളേജിൽ ഒരു ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചർ ഭഗവാൻ സത്യസായി ബാബയുടെ വാക്കുകളൊക്കെ പിന്തുടരുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുമൊക്കെ ആ രീതിയിൽ പോകുന്നവരാണ്. നമ്മൾ ഭക്തരാന്ന് പറയാൻ പറ്റില്ലല്ലോ, നാണക്കേടല്ലേ, ഭഗവാൻ പറയണ്ടേ. അപ്പം അങ്ങനത്തെ വാക്കുകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് പറയും, ടീച്ചർ ക്രിസ്ത്യാനി കൂടിയാണ്. അപ്പോൾ അറിയാലോ, വളരെ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ടീച്ചർ ഏതെങ്കിലും അലമാരിയിൽ അടച്ച് സ്വാമിയുടെ പടമൊക്കെ വയ്ക്കും, എന്നിട്ട് അവിടെ എന്തെങ്കിലും ആരതി കാണിക്കും, എവിടെയെങ്കിലും ഭർത്താവ് കണ്ടുപിടിക്കുക, അതെടുത്ത് വെളിയിലോട്ട് വലിച്ചിറക്കുക, ചണ്ട മണ്ട തന്നെ. എന്നിട്ട് വന്നിരുന്ന് എന്നോട് പറയും. ഞാൻ പറയും, എൻ്റെ ടീച്ചർ ഈ പൊല്ലാപ്പ് വല്ലതും ഉണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വേണ്ട എന്താ? മനസ്സമാധാനം, അല്ലേ? ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ കാണുന്ന രീതിയിൽ ടീച്ചർ ഈ പണിക്ക് എന്തിനാണ് പോകുന്നത്? ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലമില്ലേ മനസ്സ്, അവിടെ വെച്ചാൽ പോരെ, അല്ലേ? അവിടെ വെച്ച് ആരെങ്കിലും കണ്ടുപിടിക്കുമോ? അല്ലേ? ആരും കണ്ടുപിടിക്കാതെ നമുക്ക് മനസ്സിൽ വെച്ചോണ്ട് നന്നായിട്ട് അഭിനയിക്കാം. എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ലെന്നോ എന്തൊക്കെ സ്നേഹം ഉണ്ടെന്ന് അഭിനയിക്കുന്ന എത്ര ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ശരിയല്ലേ? അല്ലേ? എത്ര അച്ഛനും മക്കളോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ മക്കൾ അച്ഛനോട് സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുന്നവരുണ്ട്. അപ്പം ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ, ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാന്റെ വിഗ്രഹം വെച്ച് ആ രൂപത്തിനോട് ഞങ്ങൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ടീച്ചറിനെ ഭഗവാൻ നേരെ കൊണ്ടുപോവാണ് നിരാകാര രൂപത്തിലേക്ക്, അല്ലേ? ഫോട്ടോ പോലും ഇല്ലാതെ ആ മനസ്സിൽ ഭഗവത് രൂപം കണ്ട് ആനന്ദിക്കാനുള്ള ഭാവത്തിലേക്ക് നേരെ ഭർത്താവിൻ്റെ ചവിട്ടിലൂടെ ഒറ്റ കിക്കിൽ അങ്ങോട്ട് കയറ്റുകയാണ്. പിന്നെ ടീച്ചർ എന്തിനാണ് ഈ അധ്വാനത്തിന് പോകുന്നത്, ഈ മാല കെട്ടിയിടാൻ പോകുന്നത്? ടീച്ചറാണ് മാല കെട്ടിയിട്ട് ആ ഇരുട്ട് നിറഞ്ഞ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചത്. ഞാൻ വിചാരിക്കും, ഇന്ന് അടിയായിരിക്കും ഭഗവാനെ, ഭർത്താവ് ഇത് കണ്ടുപിടിക്കുമോ എന്ന് തോന്നും, അല്ലേ? പക്ഷെ അതോടൊപ്പം പ്രഹ്ലാദൻ്റെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈശ്വരനെ ഭജിക്കണ്ട എന്ന് പറയുന്ന ആളിനെ അനുസരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് താങ്ങാനുള്ള വിൽ പവർ ആരെ പോലെ വേണം? പ്രഹ്ലാദനെ പോലെ വേണം. ഇവിടെ നമ്മളിതുപോലെ മുങ്ങിക്കൊണ്ടിരുന്നാലോ? പ്രഹ്ലാദൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല. ഭക്തോത്തമനാണ്, അല്ലേ? ഭക്തന്മാരിൽ തന്നെ പല ഗ്രേഡുണ്ട്. നമ്മളൊക്കെ ഏത് ഭക്തന്മാരാ? പാർട്ട് ടൈം ഭക്തന്മാർ, അല്ലേ? ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മളൊക്കെ പാർട്ട് ടൈം ഭക്തന്മാർ. അമ്പലത്തിൽ വരുമ്പോൾ, ആശ്രമത്തിൽ വരുമ്പോഴൊക്കെ നമുക്ക് നല്ല ഭക്തിയാണ്. എൻ്റെ കാര്യം തന്നെ ഞാൻ ഏറ്റവും ഉദാഹരണമായിട്ട് പറയാം, എൻ്റെ പാർട്ട് ടൈം ഭക്തിയുടെ കാര്യം. ഞാൻ സാധനയായിട്ട് നമുക്കൊരു സാധനാമന്ത്രം കാണുമല്ലോ, എപ്പോഴും ജപിക്കുന്നു. അപ്പം ഞാൻ നാളെ വെളുപ്പിന് ബദരി കേദാർ പോവാണ്. അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് ഫസ്റ്റ് സെഷൻ തന്നെ തന്നത്. ഇന്ന് വീട്ടിൽ പോയിട്ട് വേണം നാളെ രാവിലെ പോകാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? സാധാരണ ബദരി കേദാർ പോകുന്നതിന് മുമ്പ് 1,00,000 പ്രാവശ്യം ഓം ശ്രീ സായിരാം ജപിക്കാം എന്ന് തീരുമാനിക്കും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴും അത് ജപിച്ചു. അപ്പോൾ ഇപ്രാവശ്യവും തീരുമാനിച്ചു. അപ്പോൾ ജപിക്കുന്നുണ്ട്. 70,000 ആയിട്ടുള്ളൂ. നാളെ പോകുമ്പോൾ ഇനി 3 ദിവസമേ ഉള്ളൂ. ഗർഭഗ്രഹത്തിന് കയറുന്നതിന് എങ്ങനെയെങ്കിലും വലിച്ചു പിടിച്ച് ജപിക്കണം. ഇനി ഇവിടുന്ന് പോകുമ്പോൾ മുഴുവൻ ജപിച്ചുകൊണ്ടിരിക്കണം. ഇത്ര മാത്രം ക്രിട്ടിക്കൽ പോയിന്റിൽ എത്തിയിട്ടും എൻ്റെ മനസ്സിൻ്റെ അശ്രദ്ധ എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പുട്ടവർത്തിയിലായിരുന്നു. ഓണം ഭഗവാൻ സത്യസായി ബാബയുടെ അവിടെ. അപ്പോൾ അവിടെ എനിക്ക് പ്രഭാഷണം ഉണ്ടായിരുന്നു.
അപ്പം ഞാനിവിടുന്ന് ഭയങ്കര പ്ലാനിങ്ങാണ്. ഇവിടുന്ന് പോയി അന്ന് വൈകുന്നേരം എൻ്റെ പ്രഭാഷണം, അപ്പം എനിക്കധികം സമയമില്ല. പ്രഭാഷണം കഴിഞ്ഞിട്ട് നാടകമുണ്ട്, ഭജനയുണ്ട്. അപ്പോൾ ആ ജപിക്കുന്ന കൗണ്ടർ മെഷീൻ ഉണ്ടല്ലോ, നല്ല അത് വെച്ച് എണ്ണ അറിയും, അതുമായിട്ട് പോയാൽ ഒരു 8,000 ജപിക്കാൻ പ്ലാനിങ്. അടുത്ത ദിവസം രാവിലത്തെ ചെല്ലുമ്പോൾ 8,000, വൈകിട്ടത്തെ ഭജനയ്ക്കിരിക്കുമ്പോൾ 8,000, അടുത്ത ദിവസം തിരുവോണത്തിനന്ന് 8,000. അപ്പം തന്നെ ടാർഗറ്റ് ഒപ്പിക്കാം എല്ലാം വിചാരിച്ച് സമാധാനം. ഫസ്റ്റ് ഡേ പ്രഭാഷണമാണെന്നുള്ള വെപ്രാളത്തിൽ പോയി അവിടുന്ന് ട്രെയിനെത്തി വേഗം റെഡിയായി കുളിച്ചൊക്കെ പോയപ്പം കൗണ്ടർ എടുക്കാൻ മറന്നുപോയി, എണ്ണ അറിയില്ല. പിന്നെ അവിടെ നിന്ന് ജപിച്ചു. അടുത്ത ദിവസം രാവിലെയും മറന്നുപോയി, വൈകിട്ടും മറന്നുപോയി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞേ, സഹിക്കാൻ പറ്റണില്ലേ അമ്മയ്ക്ക് ഇത്ര മാത്രം ജപത്തിൽ ശ്രദ്ധയില്ല എന്നുള്ളത്. എനിക്ക് വേദനിപ്പിക്കുകയാണ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഞാനിങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്, എന്നിട്ട് മറന്നുപോയി. അപ്പോൾ അടുത്ത ദിവസം എന്താ ഓർത്തു. അടുത്ത ദിവസം ഓർത്തോണ്ടാ തിരുവോണത്തിന് അന്ന് രാവിലെ മുഴുവൻ ഭജന പാടുന്ന സമയത്തിരുന്ന് ജപിച്ചു. ധാരാളം ജപിക്കാൻ പറ്റി. ഇതുണ്ടെങ്കിൽ ജപിച്ച് ശീലമുള്ളത് കൊണ്ട് ഇത് കയ്യിലുണ്ടെങ്കിൽ ഞെങ്ങിക്കൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കലി വായിൽ നാമജപം വരും. ഇല്ലെങ്കിൽ എന്താ, ഇത് കയ്യിലില്ലെങ്കിൽ ചേച്ചി അതേ അവിടെ ഇപ്പോൾ ചേച്ചി പരിചയമുണ്ടോ, അവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത പോകും. ഇച്ചിരി കാപ്പ് കുടിച്ചാലോ, അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെയല്ലേ, ആരും വ്യത്യാസമൊന്നുമില്ലോ. ചിന്ത കുറേ കഴിയുമ്പോഴാണ് വിചാരിക്കുന്നത്, അയ്യോ നാമജപം നിർത്തിയായിരുന്നു എന്ന് വിചാരിക്കും. ഇത് കയ്യിലുണ്ടെങ്കിൽ മറക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോകണം. രാവിലെ ഏറ്റുമാനൂർ അമ്പലത്തിലൊന്ന് പോയി ഭഗവാനോടൊക്കെ ഒന്ന് പറയണമല്ലോ. അപ്പോൾ യാത്ര പോകുമ്പോൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മഹാദേവൻ്റെ അമ്പലത്തിൽ പോയി കുറച്ച് നെയ്യ് കൊടുക്കും പുറകു വിളക്കിനായിട്ട്. സിംഹോദരനോട് കൂടെ വരാൻ പറയും. തൃശ്ശൂർ വടക്കനാഥൻ്റെ ക്ഷേത്രത്തിൽ വെളിയിൽ സിംഹോദരൻ്റെ പ്രതിഷ്ഠയുണ്ടല്ലോ, ഭഗവാന്റെ ഭൂതഗണം. ഒരു അസിസ്റ്റൻറ്റിനെ കൂടെ വിടണം പോകാനായിട്ട്. ഞാൻ പക്ഷേ അസിസ്റ്റൻറ്റിനെ വിടാൻ പറയാറില്ല. ഞാൻ പറയും ഭഗവാൻ തന്നെ കൈപ്പിടിച്ച് കൊണ്ടുപോവുക, ഭഗവാൻ വന്ന ഭൂതങ്ങളൊക്കെ കൂടെ വന്നോളൂല്ലോ. പിന്നെ ഭഗവാൻ വരുമ്പോൾ കാലാവസ്ഥയൊക്കെ നന്നായിക്കോളും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയി. അപ്പം ഞാനെന്താ, അപ്പോൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. അവർ വയസ്സായവരാണ്, 86-76 വയസ്സായി. അപ്പോൾ അവർ അച്ഛൻ പൊതുവെ അകത്ത് കയറാറില്ല, കാല് തട്ടുമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഇനി ഞാൻ 10 ദിവസം ഇല്ല, അപ്പം ഒന്ന് അകത്ത് കയറി തൊഴുതൂടെ, ഞാനും ഉണ്ട്. അപ്പം അമ്മയോടും പറഞ്ഞു, അമ്മയൊന്ന് ഉള്ള കയറി തൊഴു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, രണ്ടുപേരെ സമ്മതിച്ചു. അപ്പം ഞാൻ ഓർത്ത് കൗണ്ടിങ് മെഷീനൊക്കെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, കാറിൽ കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞപ്പോൾ എന്താണ്, അച്ഛൻ തന്നെ ഡോറ് തുറക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ ഊട്ടി വെളിയിലേക്ക് ഇറങ്ങി. കാരണം ഇങ്ങനെ ഡോറ് തുറന്നപ്പോൾ ഒരിക്കൽ പുറകോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ ഒരു പേടി തട്ടിയത് മുഴുവൻ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുകയാണ്. ഞാൻ ഓടിപ്പോയി അച്ഛൻ പുറകോട്ട് മാറുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ തന്നെ പോകാതെ ഞാനും കൂടെ വരാം, അമ്മ ഉണ്ടെങ്കിലും നമുക്കൊക്കെ നമ്മളുണ്ടെങ്കിലേ ഒരു എല്ലാം നടക്കുമെന്ന് വിചാരം. അപ്പം അമ്മയും വയസ്സായതല്ലേ. ഞാൻ ഓടിപ്പോയി ഡോർ അടച്ചിട്ട് നേരെ അച്ഛൻ്റെ കൂടെ പോയി. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനോട് തയ്യോ ഞാൻ കൗണ്ടർ എടുത്തിരിക്കും. ഇത്ര മാത്രം വന്നിട്ട് ഞാൻ വിചാരിച്ചു, എൻ്റെ ഭഗവാനെ ഞാനിത് മറന്നല്ലോ, അല്ലേ? നമ്മൾ പാർട്ടൈം പോലും പറയാൻ യോഗ്യത ഉണ്ടോയെന്നാണ്. ഭാഗ്യത്തിന് രാവിലെ ഇങ്ങോട്ട് പോരുമ്പോൾ എടുത്തു, അതുകൊണ്ട് കുറേ ജപിക്കാൻ പറ്റി. പക്ഷേ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ മനസ്സിൽ, എന്താണ് ഭക്തിയോഗം പറയേണ്ടത് എന്നുള്ള ചിന്തയാണ്. ഗുരുവായൂർ തൊഴാൻ പറ്റുമോ, അങ്ങനത്തെ ചിന്തയുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും, ഞാൻ നിങ്ങളെ ആരെയും മാറ്റി നിർത്തി പറയുന്നതല്ല, എന്നോടുകൂടി ചേർത്ത് നിർത്തി. ഒരുപക്ഷെ നിങ്ങളൊക്കെ എന്നേക്കാളും കൂടുതൽ ഭഗവാനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരായിരിക്കും. കുറച്ച് വാക്കുകളൊക്കെ പറയാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് പിടിച്ചിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പം നമ്മളെന്താണ്, പാർട്ട് ടൈം ഭക്തന്മാരാണ്. പക്ഷെ ഭക്തോത്തമനായിട്ടുള്ള ആരാളാണ്? പ്രഹ്ലാദൻ. ഈ പ്രഹ്ലാദൻ്റെ പ്രത്യേകത എന്താണ്? ഒരിക്കൽ പോലും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പോലും, പ്രഹ്ലാദൻ എത്ര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്? കുറച്ചൊക്കെയാണ് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്, ഒട്ടുമല്ല. ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പോലും ഭഗവാനെ വിളിച്ചിട്ടുണ്ടോ? എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല. ഭഗവാനെ വിളിച്ചിട്ടില്ല. എൻ്റെ ഭഗവാനെ ഓടി വരണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയോ? എവിടെ നിന്നെങ്കിലും ഓടി വരേണ്ട ഒരാളാണ് ഭഗവാൻ എന്ന് തോന്നിയിട്ടില്ല. കാരണം എന്താ? ഭഗവാൻ തൻ്റെ ഉള്ളിലും പുറകിലും വെളിയിലും മുകളിലും ഒക്കെ ഉണ്ട്. പിന്നെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എന്താ? ഭഗവാന് ശിക്ഷിക്കാൻ പറ്റുന്ന അറിയില്ല. ശിക്ഷിക്കാൻ പറ്റുന്ന അറിഞ്ഞാലല്ലേ രക്ഷിക്കാൻ പറ്റൂ, അല്ലേ? അതുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. എന്താ ചെയ്തേ? തൊഴുതുകൊണ്ട് നിൽക്കുകയല്ലേ ചെയ്തുള്ളൂ, അല്ലേ? ആ ഉറച്ച നിശ്ചയദാർഢ്യം കാരണം ഭഗവാൻ അവിടെ വരേണ്ടി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാനെ സ്തുതിച്ചു. അവിടെയും രക്ഷിക്കണമെന്നൊന്നുമല്ല, ഭഗവാന്റെ മഹിമകൾ വർണ്ണിച്ചു. എന്നാൽ ദ്രൗപദിയോ
നമുക്ക് ദ്രൗപദിയൊക്കെ എത്ര വലിയ ശ്രീകൃഷ്ണ ഭക്തിയല്ലേ. ദ്രൗപദിയുടെ പേര് തന്നെ നമ്മൾ കൃഷ്ണ എന്നല്ലേ പറയണത്. ദ്രൗപദി എത്ര ശ്രീകൃഷ്ണ ഭക്തിയാണ്. പക്ഷെ ദ്രൗപദി ഭഗവാനെ വിളിച്ചില്ലേ? ദ്രൗപദി ഭഗവാനെ വിളിച്ചു അല്ലേ. പക്ഷെ അവിടെ വ്യത്യാസം എന്താ? തണ്ടും തടിയുള്ള 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും പിടിച്ചത് പുളിങ്കൊമ്പിലാണ് അല്ലേ. വിളിച്ചത് ആരെയാ? ഭഗവാനെയാണ് വിളിച്ചത്. ആ ദ്രൗപദി പോലും ഭഗവാനെ വിളിക്കേണ്ടി വന്നു. അപ്പൊ ഭക്തോത്തമനായിട്ടുള്ളത് പ്രഹ്ലാദനാണ്. അപ്പൊ ആ പ്രഹ്ലാദനെ പോലുള്ളവർക്ക് തൻ്റെ വീട്ടിൽ ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ്, നല്ല മൂർഖം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കും, മലയുടെ മുകളിൽ കൂടെ ഇടുന്നു പറഞ്ഞാലും പ്രഹ്ലാദന് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് പ്രഹ്ലാദൻ അച്ഛൻ പറയുന്നത് കേട്ടില്ലെങ്കിലും അത് പിടിച്ചു നിൽക്കാനുള്ള വിൽ പവർ ഉണ്ട്. നമുക്കുണ്ടോ? ഇല്ല. നമുക്ക് നല്ല പേടിയാണ്. നമുക്ക് എന്തെങ്കിലും പറ്റുമോ? നമുക്ക് ശരീരഭയമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയും കണ്ടും നിൽക്കാതെ നിവർത്തിയില്ല. അപ്പൊ വീട്ടിൽ ബഹളം ഉണ്ടാക്കാതെ സമാധാന അന്തരീക്ഷമൊക്കെ പോകുമെങ്കിൽ അതൊക്കെ നോക്കി ഒരു നയപരമായിട്ട് കാര്യങ്ങൾ നീക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്? മനസ്സമാധാനം പോകും. മനസ്സമാധാനം പോകുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ശരിയല്ലേ? അപ്പൊ ഇതെല്ലാം കറങ്ങി തിരിച്ചു വരുന്നത് നമ്മുടെ ഭക്തിയുടെ അളവ് പോലും കൊണ്ടാണ്. പക്ഷെ വിഷമിക്കേണ്ട, എല്ലാവരും ഈ രീതിയിലാണ് മുന്നോട്ട് വരിക. അപ്പം ഞാൻ ചിലപ്പോൾ ആചാര്യന്മാരോട് പറയും, ഗുരുക്കന്മാർ നിർബന്ധിച്ചിട്ടാണ് പ്രഭാഷണം തുടങ്ങിയത്. അപ്പം ഞാൻ ചിലപ്പം ചിലർ പറയുമ്പോൾ ഞാൻ പറയും, എനിക്കിതൊന്നും അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ എന്നോട് പറയും, ഇതൊന്നും സ്റ്റേജിൽ പോയി പറയണ്ട, അറിയത്തില്ല എന്ന്. കാരണം എന്താ? കേൾക്കുന്നവർക്ക് വിഷമാവും. അപ്പം ഞാൻ പറയും, അപ്പോൾ അവരെന്നോട് പറയും, അതല്ല, ഈ ലോകത്തിൽ മുഴുവൻ പഠിച്ചതിന് ശേഷം ആരെങ്കിലും പ്രഭാഷണത്തിന് പോയിട്ടുണ്ടോ? എന്നോട് അവർ തിരിച്ചു ചോദിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ നോക്കിയാൽ നടക്കില്ല. ഓരോ വിഷയം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് പഠിക്കും. അപ്പോൾ എന്താ? ദശകൻ 2 തന്നതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതും കൂടെ ഞാൻ പഠിക്കണമെന്ന് ഭഗവാന് നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് 2ാം ദശകം. ഈ നാളെ പോകുന്ന മുഹൂർത്തത്തിൽ ഭഗവാന് ഗുരുവായൂരപ്പൻ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ഗുരുവായൂർ എപ്പോഴും ഇങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് നേരെ പോയത് ഓംകാരേശ്വറിലേക്കാണ് അല്ലേ. ശൈലചേച്ചിക്ക് അറിയാം. ഗുരുവായൂരിൽ വന്നപ്പോഴാണ് മറ്റേ ശ്രീ ശങ്കരാചാര്യയുടെ 108 പ്രതിമ, 108 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് അവിടുന്ന് ഗവൺമെൻറ് ചെല്ലാനായിട്ട് വിളിച്ചത്. അപ്പോൾ വിളിച്ചു തലേ ദിവസം രാത്രി, ഇന്നലെ രാത്രി വിളിച്ചു എന്ന് വെച്ചു. ഞാൻ രാവിലെ ഇന്ന് ഗുരുവായൂർക്ക് പോന്നു. അവർ പറഞ്ഞത് ഇന്ന് ടിക്കറ്റ് അയച്ചു തരാമെന്നാണ്. അങ്ങനെയാണ് നാളെ വെളുപ്പിന് പോകണം. ഒരു ഊഹത്തിന് ഞാനൊരു പെട്ടിയും കൂടെ എടുത്തു വെച്ചു പോകാൻ, ഇൻഡോറിന് പോകാൻ. രാത്രിയാണ് ഇവിടെ പ്രഭാഷണം. എനിക്ക് തോന്നുന്നത് നാരായണീയ സത്രം തന്നെയാണ്, കഴിഞ്ഞ നാരായണീയ സത്രം. പ്രഭാഷണം കഴിഞ്ഞു. രാത്രി ഹോട്ടലിൽ പോയിരിക്കുമ്പോഴാണ് എനിക്ക് ടിക്കറ്റ് വരുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയില്ല, നേരെ കൊച്ചിയിൽ പോയി അമ്മാവിൻ്റെ വീട്ടിൽ കിടന്നിട്ട് പോയതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ വിളിക്കുമ്പോൾ വരാതെ ബദ്രീനാഥനെ കാണാൻ പോയിട്ട് കാര്യമുണ്ടോ? എല്ലാം ഒരാളല്ലേ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ വിളിക്കുമ്പോൾ നമ്മളിവിടെ വരുന്നു, നമ്മുടെ ഭക്തി കാണിക്കുന്നു, നമ്മൾ പോകുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ അടുത്ത ലാവണത്തിലേക്ക് പോകുന്നു, ചിന്തകളിലേക്ക് പോകുന്നു. അപ്പം ഇതിനെ നിരന്തരമായിട്ട് ധാരയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഭഗവാൻ അതാണ് പറയുന്നത്. അതാണ് ശരിയായിട്ടുള്ള ഭക്തി. ആ നിരന്തര ധാരയായിട്ട് പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മളെ ഒന്നും ഏശുന്ന ഒരു ഭാവം നമുക്ക് വരില്ല. നമുക്ക് വല്ലാത്ത ഒരു ധൈര്യം വരും, ഒരു നിശ്ചയദാർഢ്യം വരും. എന്തു വന്നാലും ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ഭാവം വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭക്തിയുടെ മഹത്വം പറഞ്ഞിട്ട് 3ാം ദശകത്തിൽ എന്താണ് പറയുക? ഭക്തി പ്രാർത്ഥനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഈ പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സമാപിപ്പിക്കാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക? സ്തോത്രങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ ഈ സ്തോത്രങ്ങൾ ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? അല്ലേ, വളരെയധികം ആവശ്യമുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു ഭാഗമുണ്ട്, സ്തവ്യ സ്തവപ്രിയ സ്തോത്രം സ്തുതി സ്തോത രണപ്രിയ അല്ലേ. വിഷ്ണു സഹസ്രനാമം എന്താണ്? ഭഗവാന്റെ 1000 നാമങ്ങൾ. അപ്പോൾ അതിലുള്ള എല്ലാ നാമവും എന്താണ്? ഭഗവാന്റെ നാമങ്ങളാണ്. അതിൽ ഈ സ്തോത്രമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ 5 നാമം. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഇമ്പോർട്ടൻസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ. സ്തവ്യ, സ്തവപ്രിയ, സ്തോത്രം, സ്തുതി, സ്തോത. അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട്, സ്തുതി കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്? നമ്മളൊരു നാരായണ കവചം ചൊല്ലുന്നു, എങ്കിൽ ഭീഷ്മരുടെ സ്തുതി, കുന്തി സ്തുതി, ഉത്തരാസ്തുതി, ഭാഗവത്തിലെ ആദ്യ ഭാഗത്തിൽ ഉത്തരാസ്തുതിയൊക്കെ വരുന്നുണ്ട് അല്ലേ.
അപ്പം ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്തവ്യ, സ്തവ്യ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്തുതിക്കപ്പെടേണ്ടവൻ അല്ലേ? നമ്മൾ ആരെയാണോ സ്തുതിക്കുന്നവൻ അതാണ് സ്തവ്യ. അതാരാണ്? ഭഗവാൻ അല്ലേ? സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളത് ഭഗവാൻ മാത്രമാണ്. എന്നാലോ ഭഗവാൻ ആരെയും സ്തുതിക്കുന്നില്ല. അപ്പൊ സ്തുതിക്കുന്നത് വളരെ പ്രധാനം. സ്തവപ്രിയ, ഭഗവാന് നമ്മുടെ സ്തുതി കൊണ്ട് വളരെ പ്രിയമുണ്ടാകുന്നു. അപ്പൊ ഭഗവാൻ നമ്മളിങ്ങനെ ഭഗവാനെ പോയിട്ട് പറയുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നു, ഭഗവാന് സന്തോഷം ഉണ്ടാകുന്നു എന്നാണോ? അങ്ങനെയല്ല. നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജം വർദ്ധിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം വരില്ലേ? ജപിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമാണെങ്കിൽ നല്ല ഊർജ്ജമാണ് അല്ലേ? മൂഡൗട്ടാണെങ്കിലോ തൂങ്ങിയിരിക്കും. നാമൊക്കെ ജപിക്കുമ്പോൾ ഇന്നത്തെ എൻ്റെ ജപം തീർന്നു, സന്തോഷമായി അല്ലേ? കോട്ട തീർന്നു. മനസ്സിന് സന്തോഷം വന്നാൽ ഊർജം വരും. അത് കാണുമ്പോൾ ഭഗവാന് സന്തോഷം. സ്തവപ്രിയ. പിന്നെയോ വേറൊരു കാര്യമുണ്ട്. ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരോ അല്ലേ? കാളിദാസൻ പറയുന്നില്ലേ? അപ്പം നമ്മളെന്താ ഭഗവാനോട് പറയുന്നത്? ഈ ജഗത്തിൻ്റെ മാതാവും പിതാവും നീ തന്നെ. ഭഗവാനോട് പറയുമ്പോൾ ഭഗവാൻ വിചാരിക്കാം അപ്പം അവർക്ക് കാര്യമൊക്കെ അറിയാം എന്നുള്ള ഒരു സന്തോഷം കൂടെ ഭഗവാനുണ്ട്. അപ്പം സ്തവപ്രിയ. സ്തോത്രം, നമ്മൾ ചൊല്ലുന്ന ആ സ്തോത്രം ആരാണ്? അതും ഭഗവാനാണ്. നമ്മളിപ്പോൾ ഭീഷ്മരുടെ സ്തുതി ചൊല്ലുകയാണ്, കുന്തി സ്തുതി ചൊല്ലുകയാണ്, അതും ആരാണ്? ഭഗവാനാണ്. സ്തോത്രം, സ്തുതി. സ്തോത്രം ശബ്ദരൂപത്തിൽ പുറത്തു വരുമ്പോഴല്ലേ സ്തുതി വരിക, ഒരു ഈണമൊക്കെ വെച്ചിട്ട്. അതും ഭഗവാനാണ്. സ്തോത, അതാണ് നമ്മൾ അറിയേണ്ടത്. സ്തോത എന്ന് പറയുന്ന ആരാണ്? സ്തുതിക്കുന്നവൻ. അതാരാ? നമ്മൾ. അപ്പം അതാരാ? ഇത് വിഷ്ണു സഹസ്രനാമത്തിലെ നാമമാണ്. അപ്പം സ്തോത എന്ന് പറയുന്ന ആരുടെ പര്യായ? ഭഗവാന്റെ പര്യായ. അപ്പം ഭഗവാന്റെ നാമം കീർത്തിച്ചാൽ നമ്മൾ ആരായിട്ട് മാറും? ഭഗവാനായിട്ട് മാറും. അപ്പം സ്തുതിയുടെ പ്രത്യേകത നോക്കിയേ. ഭഗവൻ നാമങ്ങൾ കീർത്തിക്കേണ്ടതിൻ്റെ പ്രത്യേകത എത്ര കൃത്യമായിട്ട് വിഷ്ണു സഹസ്രനാമത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇതെല്ലാം ഭക്തിയിലേക്ക് പോകുന്ന പാതയാണ്. ആ പാതയിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇല്ല. ഭഗവാൻ മാത്രം. ഭഗവാന്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. ആ എല്ലാ ചരാചരങ്ങളോടും പക്ഷിമൃഗാദികളോടും എല്ലാവരോടും ഈശ്വരനാണെന്നുള്ള ഭാവത്തിൽ പരമപ്രേമത്തിൽ നമുക്ക് എന്ന് കഴിയാൻ പറ്റുന്നോ അന്നാണ് നമ്മളൊരു ഭക്തോത്തമനായിട്ട് മാറുക. അതിനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.